മാസ്റ്റർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്പ് കേരള സിലബസിൽ 8ാം ക്ലാസ് മുതൽ +2 വരെ. ഡൗൺലോഡ് നൗ. ഹലോ, നമസ്കാരം ഫ്ലവർ. ഞാൻ ആലപ്പുഴ കൊമ്മാടി വരെ ഒന്ന് വന്നതാണ്. എന്തിനാണ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഈ കൂട്ടുകാരനെ പരിചയപ്പെടാൻ വന്നതാണ്. ഇത് അമരേന്ദർ അല്ലേ? നമസ്കാരം. അമരേന്ദറിനെ എന്തിനു നമ്മൾ പരിചയപ്പെടാൻ വരുന്നു, അമരേന്ദർ എങ്ങനെയാണ് നമുക്ക് ഒരു ഇൻസ്പിറേഷൻ ആവുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത്, സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ വാക്കുകളിലൂടെയല്ല, സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തിയിലൂടെ വേണം മറ്റൊരാൾക്ക് ഇൻസ്പിറേഷൻ ആവാൻ എന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതൊക്കെ. അമരേന്ദറും അങ്ങനെയാണ്. അതെന്താണ് കാരണം എന്നുള്ളത് അമരേന്ദ്രനെ ഒന്ന് കാണിച്ചു കൊടുത്തേ. ആദ്യം എന്താണ് പരിപാടി എന്ന് എല്ലാവരും അറിയട്ടെ. കണ്ടാ, ഒന്ന് ഫ്രണ്ടിലേക്ക് ഇട്ടേ. ഓ പൊളി, ഒരേ പൊളി. അമരേന്ദർ ആള് 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അമരേന്ദർ മുടി വളർത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ ഓ ചെക്കനൊരു ഫാഷൻകാരനാ, ഭയങ്കര ഫാഷൻ എന്നൊന്നും പറഞ്ഞേക്കരുത്. ഇതിൻ്റെ പിന്നിൽ വ്യക്തമായ ഒരു ലക്ഷ്യം ഉണ്ട് അമരേന്ദറിന്. അത് അമരേന്ദർ തന്നെ പറയട്ടെ, നമുക്ക് അങ്ങനെ കേൾക്കാം. എന്താണ് അമരേന്ദ്ര മുടി ഇങ്ങനെ നീട്ടി വളർത്താനുള്ള കാരണം? ഞാൻ ക്യാൻസർ ബാധിച്ചവർക്ക് മുടി ഡൊണേറ്റ് ചെയ്യാനായിട്ട് വളർത്തുന്നത്. കേട്ടില്ലേ? ഇപ്പം എന്തുകൊണ്ടാണ് ഞാൻ അമരേന്ദ്ര നമുക്ക് ഇൻസ്പിറേഷൻ ആവുന്നത് എന്ന് പറഞ്ഞത് മനസ്സിലായില്ല. അതായത് ക്യാൻസർ ബാധിച്ചവർക്ക് മുടി കൊടുക്കാൻ വേണ്ടി ആള് ചെറുപ്പം മുതലേ മുടി വളർത്തുന്നുണ്ട്. ആദ്യം മുടി വളർത്തത് എന്തായിരുന്നു ശരിക്കും? ഞാൻ പഴനിയിൽ നേർച്ചയ്ക്ക് വേണ്ടിയിട്ട് വളർത്തിയത്. അപ്പോഴത്തേക്ക് എൻ്റെ ചേട്ടൻ്റെ കൈക്ക് ഒരു ഇഞ്ചുറി ഉണ്ടായിട്ട് ചേട്ടനും അച്ഛനും കൂടെ കിംസ് ട്രിവാൻഡ്രത്ത് പോയിട്ട് അവിടെ ഇങ്ങനെ ബോർഡ് കണ്ട് ഇങ്ങനെ ക്യാൻസർ ബാധിച്ചവർക്ക് മുടി ഡൊണേറ്റ് ചെയ്യാൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് കണക്ക് അവർ വന്നിട്ട് എന്നോട് ഇത് കണക്ക് കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ പോലെ നമുക്ക് കൊടുക്കാം. ഓൾറെഡി നമ്മൾ മുടി വളർത്തുന്നുണ്ട്. പിന്നെ ഇതൊരു നല്ല കാര്യമായത് കാരണം നമ്മൾ പിന്നെ എന്നിട്ട് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നാടൻ ജയറാമംഗലായിരുന്നു ആ മുടി ഏറ്റവും വാങ്ങിച്ചിരുന്നത്. ആണ്. അത് എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്? അത് ഞാൻ 4th പഠിക്കാൻ. അതിനുശേഷം പിന്നെ അത് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കും ചെയ്യാൻ തോന്നി. അതെന്താ അങ്ങനെ തോന്നാൻ കാരണം? തോന്നാൻ നല്ലൊരു കാര്യമല്ലേ എന്നോർത്ത് നമ്മൾ പിന്നെ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ വീട്ടിലെല്ലാവർക്കും ഒരു ഭയങ്കര ഇഷ്ടമായിരിക്കും പെൺമക്കളുടെ മുടിയൊക്കെ ഈരിക്കൊടുത്ത് കെട്ടിക്കൊടുത്തൊക്കെ സ്കൂളിലൊക്കെ വിടാൻ. നമുക്കതാരാ ചെയ്തു തരണേ? അമ്മച്ചി തന്നെ ചെയ്തത്. മുടി വളരുമ്പോൾ ഏറ്റവും ആദ്യം വരുന്നൊരു പ്രശ്നം ഭയങ്കരമായിട്ട് മുടി കൊഴിയും. നമ്മുടെ കൊഴിയുന്നുണ്ട്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ ചെന്നിട്ട് പുള്ളി മെഡിസിനൊക്കെ എഴുതി തന്ന് അതൊരു വർഷം റിപ്പീറ്റ് ചെയ്തപ്പോൾ പിന്നെ റെഡിയായി. അപ്പൊ അതിന് വേറെ ട്രീറ്റ്മെന്റ് എടുത്തു. അത്രയും ട്രീറ്റ്മെന്റ് വരെ എടുത്തിട്ടാണ് അതിനുവേണ്ടി സമയം കണ്ടെത്തി അതിനുവേണ്ടി സത്യം പറഞ്ഞ ചെലവ് ചെയ്തിട്ടൊക്കെയാണ് അമരേന്ദർ മുടി വളർത്തുന്നത്. ഇതിനി ലൈഫ് ലോങ് പ്രോസസ്സായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? താല്പര്യമുണ്ട്. ഇത്രയും നല്ല ഭംഗിയുള്ള മുടി ഇത്രയും നീളത്തിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നല്ല എന്താ പറയുക ഹെർബൽ ഓയിലിൻ്റെ ഒക്കെ ആഡിൽ പെട്ടെന്ന് അവസരം കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ അങ്ങനെ എന്തെങ്കിലും വിളികൾ വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്തരം പരിപാടികൾക്ക് ശ്രമം എന്തെങ്കിലും നടത്തുന്നു? ശ്രമമുണ്ട്, നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ ഇതുവരെ ഒന്നും സക്സസ് ആയിട്ടില്ല. തീർച്ചയായിട്ടും ആവട്ടെ. എന്താണ് അങ്ങനെ ഒരു അംബീഷൻ എന്താണ് ശരിക്കും? ഇപ്പൊ 10ആണ്, ഇനിയിപ്പോ അടുത്ത പരിപാടികളൊക്കെ എങ്ങനെയാണ്? ഇനിയിപ്പോ +1 പോവുക. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ഈ മോഡലിംഗ് കാര്യങ്ങളും അങ്ങനെയുള്ള സിനിമ ഫീൽഡിൽ കൂടുതൽ നോക്കാനാണ് താല്പര്യം. വേറെ എന്താ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിട്ടുള്ളത്? ഇടയ്ക്ക് ഒട്ടും. ഇടയ്ക്ക സോപാനം പഠിച്ചിട്ടില്ല, എന്നാലും ഇടയ്ക്ക് ഒട്ടും. പിന്നെ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ചെണ്ടമേളം. നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇത് ഡൊണേറ്റ് ചെയ്തത്.
ശരിക്കും അങ്ങനെ ആദ്യം ചെയ്യുന്നത് അമരീന്ദർ അല്ലേ? ആരെങ്കിലും അതിന് കൂടുതൽ അന്ന് ജയറാമേട്ടൻ വന്ന പോലെ മറ്റാരെങ്കിലും ഒക്കെ സഹകരിക്കാം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ആസിഫിക്ക വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഹോ. പിന്നെ ജയറാമേട്ടൻ വരാൻ. അത് നല്ലതാണ്. അപ്പോൾ കുറച്ചും കൂടി കൂടുതൽ ആളുകൾക്ക് നമ്മളിപ്പോൾ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ അമരീന്ദറിനെ പോലെയുള്ളവർ മറ്റുള്ളവർക്കൊരു പ്രചോദനമാവട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അത് അവരൊക്കെ വന്ന് പങ്കെടുക്കുമ്പോൾ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തും, അറിയും. അതെ, അതെന്തായാലും നന്നായി. എന്തായാലും അമരീന്ദർ പ്രവൃത്തി കൊണ്ട് വെറും അമരീന്ദർ അല്ല, അമരീന്ദർ ബാഹുബലിയാണ്, ബാഹുമുടിയാണ്. മുടി വളർത്തി തുടങ്ങിയ സമയത്ത് ഇങ്ങനൊരു സംഭവം പറഞ്ഞപ്പോൾ അമ്മയുടെ മനസ്സിൽ എന്താ ശരിക്കും ആദ്യം തോന്നി? അതെനിക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നി, ഒരു പേടി പോലെ. ഇങ്ങനെയുള്ള അസുഖങ്ങളെങ്കിലേ പറയുന്നേ, ക്യാൻസർ പേഷ്യന്റിന് കൊടുക്കുന്ന ഒരു ഇത് പറഞ്ഞപ്പോഴത്തേക്കോ എന്നുള്ളൊരു തോന്നി. ഇതിന് വേണ്ടിയിട്ടാണ് അതിന്റെ വശങ്ങൾ പറഞ്ഞു തന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ സാധാരണ ഒരു വീട്ടമ്മയാണല്ലോ, അതിൻ്റെതായിട്ടുള്ള അറിവും കാര്യങ്ങളും അല്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞു തന്നപ്പോഴത്തേക്ക് അതിന്റെ ഗൗരവം പിന്നെ ഫുൾ സപ്പോർട്ടായി. പിന്നെ നമ്മൾ ആ കൊടുക്കുന്ന സപ്പോർട്ടുകൾ ഞങ്ങൾ നേരത്തെ സംസാരിച്ചു. അമ്മ പ്രത്യേക എണ്ണ കാച്ചി കൊടുക്കും. നമ്മൾ സ്വന്തമായിട്ട് ഉരുക്കിയെടുക്കുന്ന എണ്ണയാ, അല്ലാതെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന എണ്ണയോ അങ്ങനെ ഒന്നും അല്ല. അങ്ങനെ ഡെയിലി എണ്ണ ഈ ഉരുക്കെണ്ണ തേച്ചാണ്, തല തേച്ച് വൈകുന്നേരമാണ് മോൻ കുളിക്കുന്നത്. രാവിലെ കുളിക്കാൻ ടൈമില്ല, മുടി ഉണങ്ങി കിട്ടിയല്ല വാരിക്കെട്ടി പോകാനായി. ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മോൻ കാരണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അമരീന്ദറിൻ്റെയും സംഘത്തിൻ്റെയും ചെണ്ടമേളം കേൾക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ അമരീന്ദർ ബാഹുബലിയുടെ ടീം എന്ന് പറയുന്നത്. ഈ നടുക്ക് നിൽക്കുന്ന മധു ആശാനാണ് അമരീന്ദറിനെ ചെണ്ടകൊട്ടൊക്കെ പഠിപ്പിച്ചത്. മധു ആശാൻ ഒന്ന് കൈവക്കി, അതാണ് ആള്. ഓക്കെ, അപ്പോൾ ഇനി ഒട്ടും വൈകണ്ട, നമുക്കിനി താളമേള കൊഴുപ്പോടു കൂടി ഈ പരിപാടി ഇനി അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. വിശാലമായ ലോകത്തെക്കുറിച്ച് അറിയാനും പഠിക്കാനും സഹായിക്കുന്ന മാധ്യമങ്ങളിൽ ഒന്നാണ് ടെലിവിഷൻ. അതെ, നമ്മുടെ വെബ് സീരീസിൽ ഇതുവരെ നായകനായിട്ടില്ല കേട്ടോ. അതൊക്കെ ആയല്ലോ, അതൊക്കെ സെറ്റാണ്, അതൊക്കെ സെറ്റാണ്, ഒന്നും പേടിക്കണ്ട. ആരത്? നിങ്ങളാ? നിങ്ങളല്ലെങ്കിൽ ഇവിടെ കുറെ ജോലി ചെയ്ത് കഷ്ടപ്പെടുന്നില്ലേ? അതൊക്കെ ഉണ്ട്. ചെയ്യുന്ന ഏതെങ്കിലും ഒരു ജോലി വൃത്തിക്ക് ചെയ്യും. നായകനെ ഞാൻ കണ്ടുപിടിച്ചോളാം. അതങ്ങനെ നമ്മുടെ ചാനൽ ഒരു വെബ് സീരീസ് പുതിയത് തുടങ്ങുന്ന, അത് ഞാൻ തന്നെ പുതിയ റീല് 10 മിനിറ്റ് ചെയ്തു, അപ്പോഴത്തേക്കും 10K ആയി. ഇത് മൊബൈൽ ചെയ്യുന്ന ആർക്കും പറ്റും, അതൊന്നും വല്ല കാര്യം. സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നോക്കിയതേ, എനിക്ക് വേണ്ട, എനിക്ക് ഇഷ്ടമല്ല. എന്റെ പൊന്ന് ചന്തു, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ നന്നാവുന്ന കാണുമ്പോ ഇങ്ങനെ അസൂയപ്പെടരുതേ. ഞാൻ തീരുമാനിച്ചു, ദാസപ്പന നമ്മുടെ സീരീസിലെ നായകൻ. അയ്യോ, അത് പറ്റൂലേ, അവൻ അഭിനയിക്കാനൊന്നും അറിയില്ല. പിന്നെ
അവൻ നന്നായിട്ട് അഭിനയിക്കാനൊക്കെ അറിയാം. അഭിനയിക്കാൻ അറിയാം, ജീവിതത്തിൽ നല്ല കള്ളനായിട്ടും കാമുകനായിട്ടും ഇതൊക്കെ. ഇത് പറ്റൂല. അങ്ങനെയല്ല, അവന് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. കുറച്ച് ടെക്നിക്സ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അതെങ്ങനെ? നമ്മുടെ നാടക നടി ഉണ്ടല്ലോ, ഏത് നാടകടി? മേരി ചേച്ചി. മേരി ചേച്ചി കൊണ്ട് കുറച്ച് ടെക്നിക്സ് പറഞ്ഞു കൊടുപ്പിക്കാം. അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോ രക്ഷപ്പെട്ടേക്കും. മേരി ആന്റി, മേരി ചേച്ചി ഇങ്ങോട്ട് വാ. എന്താ മോളെ? മേരി ചേച്ചി, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നേ, നമ്മുടെ വെബ് സീരീസിലെ ദാസപ്പനെ നായകനാക്കിയാലോ? ഓ അത് വേണം. കേട്ടാ, അറിയാം, അഭിനയ കുലപതിക്ക് ശരിക്കും അറിയാം. അത് പോരാ, അത് വേണം. മേരി ചേച്ചി കുറച്ച് ട്രിക്സ് ഒക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കും, അവൻ അഭിനയിച്ചോളൂ. ഞാൻ പറഞ്ഞു കൊടുക്കാം, പക്ഷെ അവന് മുഖത്ത് ഭാവങ്ങളൊക്കെ വരുമോ? അതാണ്. മേരി ആന്റിക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ അറിയോ? പഠിപ്പിക്കാൻ ഞാന്. എന്നാ പിന്നെ ഒന്ന് നോക്കട്ടെ. ദാസപ്പാ, ദാസപ്പാ, ഇങ്ങ് വന്നേ. എന്താ ചേച്ചി? ദാസപ്പ, നിന്റെ റീൽസ് എങ്ങനെ കണ്ടു? അടിപൊളിയായിട്ടുണ്ട് അല്ലേ? അത് ഇപ്പൊ ചെയ്തിട്ട് വരണ വഴിയാ. 5 മിനിറ്റ് കൊണ്ട് 10K വ്യൂസ്. ഷോ, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നേ, ഞങ്ങളുടെ വെബ് സീരീസിൽ നിന്നെ നായകനാക്കിയല്ലോ എന്ന്. അയ്യോ, അല്ല, നായകനൊന്നല്ല, എന്തെങ്കിലും ഒരു വേഷം തരാം, പക്ഷെ നീ അഭിനയിച്ച് കാണിക്കണം. ഇല്ല ചന്തു, പ്ലീസ് ചന്തു, എന്നെ നായകനാക്ക് ചന്തു. ഞാൻ നന്നായിട്ട് ചെയ്തോളാ. അഭിനയം ഒന്ന് കാണണം, അല്ലാണ്ട് പിന്നെ എങ്ങനെയാ? ഞാനൊരു പരിപാടി ചെയ്ത് കാണിക്കാം. ഇനിയിപ്പോ അതിന്റെ പ്രശ്നം വേണ്ടല്ലോ, അല്ലേ മേരി ആന്റി? നമ്മൾ തമ്മിൽ വഴക്കിട്ടു. ഞാൻ എന്നിട്ട് വീട്ടിൽ നിന്ന് പോയിട്ട് തിരിച്ചു വരികയാണെന്ന് വിചാരിക്കും. ഓക്കെ, സീൻ അതാണ്. ആക്ഷൻ ഒക്കെ പറയണേ. ചന്തു, എടാ സോറി, ഞാൻ ഇന്നലെ അറിയാതെ പറഞ്ഞതാ അതൊക്കെ. നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കില്ല. നീ എൻ്റെ അവസ്ഥ മനസ്സിലാക്കുക ചേച്ചി. എനിക്ക് നല്ല വിശപ്പുണ്ട് ചേച്ചി, ഇപ്പോൾ ഇന്നലെ പോയി. പിന്നെ ചന്തു, ഞാൻ ഇന്നലെ ഇവിടുന്ന് പോയതിനു ശേഷം നമ്മുടെ മറ്റേ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നടാ, ഡയാന. ഡയാന വിളിച്ചിട്ട് നിന്നെ അന്വേഷിക്കണം, കാണണം എന്നൊക്കെ പറഞ്ഞു. അതപ്പോ നീ എന്താ പിന്നെ പറയേണ്ടത്? വിശ്വസിച്ചില്ലേ? നിങ്ങൾ വിശ്വസിച്ചില്ലേ? എങ്ങനെയുണ്ട് എന്റെ ആക്ടിങ്? കണ്ട, ഇത്ര ഉള്ള പരിപാടി. ഇനി എന്നെ നായകനാക്കാൻ പാടില്ലേ? ഓ ഇതെന്താ മുഖത്ത് വല്ല ഭാവങ്ങളും വല്ലതും ഉണ്ടോ? അല്ലേ? നല്ല രസമുണ്ട്. എന്നൊന്ന് പോ മേരി ആന്റി അവിടെ നിന്ന്. ചെറുതായിട്ടൊക്കെ സംഭവമൊക്കെ കൊള്ളാം, പക്ഷെ ഭാവങ്ങളൊന്നുമില്ല, ഒരു ഫിനിഷിംഗ് ഇല്ല. അതെ അതെ, എന്തോ ഒരു കുറവുണ്ട്. അതൊന്ന് പഠിപ്പിച്ചു കൊടുത്ത് ശരിയാക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു കൊടുത്തു നോക്കാം, ചെയ്യുവോ നോക്ക്. അപ്പൊ ഞാൻ കാണിച്ചു തരാം, നല്ല ഭാവങ്ങളിട്ട് അതുപോലെ നോക്ക്. അച്ഛാ, അച്ഛൻ എന്നോട് ക്ഷമിക്കണം അച്ഛാ. ഞാൻ 10 മാസം ഗർഭിണിയാണ് അച്ഛാ, ഗർഭിണിയാണ്. കൺഗ്രാചുലേഷൻ. ചെലവ് ചെയ്യണം. നിങ്ങൾക്ക് ഏത് നേരം ഈ ഗർഭത്തിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ അങ്ങനെ ചെയ്യും. ഞാൻ ഒരു ആങ്കൊച്ചല്ലേ, എനിക്ക് ഗർഭമുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റൂ? അല്ല, അതിന് വേറൊരു വഴിയുണ്ട്. എന്നാ അങ്ങനെ വല്ലതും പോരട്ടെ. അച്ഛാ, എന്നോട് ക്ഷമിക്കണം അച്ഛാ. ഞാൻ കാരണം അവള് 10 മാസം ഗർഭിണിയാണ് അച്ഛാ, ഗർഭിണിയാണ്. അത് കൊള്ളാം, അത് കൊള്ളാം, അത് നന്നായിട്ടുണ്ട്. അല്ല, ഇത്രയൊക്കെ കേട്ടിപ്പിടി നമുക്ക് ഇത്തിരി. ഇത് നാടകക്കാർ പോലും ഇപ്പൊ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. നമുക്കത് വേണോ? അത് നല്ല ഹൈ പിച്ച് വന്നു കഴിഞ്ഞാൽ ആ നമ്മുടെ അഭിനയത്തിന്റെ ആ ഭാവങ്ങൾ വരുമല്ലോ. സ്റ്റേജെല്ലാം കുലുങ്ങണം. സ്റ്റേജ് നല്ല കുലുങ്ങണം. അത് ചെയ്തു നോക്ക, പറഞ്ഞു നോക്ക. എന്നാ മേരി ആന്റി ഇവിടെ വന്നൊന്ന് നോക്കിക്കോ, വൃത്തിയായിട്ട് നോക്കണം കേട്ടോ. മറ്റേ കുലുങ്ങോന്നൊക്കെ നോക്ക് കേട്ടോ. അച്ഛാ, എനിക്കൊരു അബദ്ധം പറ്റി അച്ഛാ. ഞാൻ മൂലം അവൾ 10 മാസം ഗർഭിണിയാണ് അച്ഛാ, ഗർഭിണിയാണ് അച്ഛാ. ഇത് മതിയോ? അങ്ങനെയാണോ കരഞ്ഞോണ്ട് നമ്മൾ പൊട്ടി തകർന്നു കരയല്ലേ? ഗർഭിണിയാണ് അച്ഛാ, ഗർഭിണിയാ. അയ്യോ, ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി. ഇത്ര ലൗഡായിട്ടൊന്നും ഇപ്പൊ അഭിനയിക്കേണ്ട യാതൊരു കാര്യമില്ല. നമ്മൾ എന്താ ചെയ്യാൻ പോണേ? വെബ് സീരീസ്. അപ്പൊ അതിനകത്ത് നമ്മൾ സർട്ടിലായിട്ടുള്ള പരിപാടി മതി. ഷട്ടിലോ? ഷട്ടിലല്ല, സർട്ടിലായിട്ടുള്ള പരിപാടി മതി. നമ്മൾ ഈ റിയലിസ്റ്റിക് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാവുമ്പോ എന്താണ്, നമ്മൾ അഭിനയിക്കാന്ന് വേറൊരാൾക്ക് മനസ്സിലാവരുത്. നമ്മളിങ്ങനെ വെറുതെ നിൽക്കുന്ന പോലെ തോന്നണം. അതാണ് എന്റെ ഒരു പരിപാടി. അത് നീ ഒന്ന് ചെയ്ത് കാണിക്കുന്നല്ലേ? അതെ, ഇപ്പൊ ഈ സീൻ തന്നെ നോക്കിക്കോ. ഇപ്പൊ മേരി ആന്റി പറഞ്ഞ പരിപാടി നമ്മളിപ്പോ നമ്മുടെ പരിപാടിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയായിരിക്കും? അങ്ങനെയാ. ഡാഡി ബ്രോ, കൺഗ്രാചുലേഷൻസ്, നിങ്ങൾ ഒരു മുത്തച്ഛനായിരിക്കുന്നു. എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. ഞാൻ മൂലം അവള് 10 മാസം ഗർഭിണിയാണ്. കണ്ടാ,
മതി, അതിനാണ് അത് മതി, അത് നല്ല രസം. കാര്യമുണ്ട് അതൊക്കെ. അടിപൊളി. ആ കറക്റ്റ് ആയിരുന്നു. ഈ സംഭവമൊക്കെ ഇങ്ങനെ അഭിനയിച്ചാണ്ടല്ലോ നിങ്ങളുടെ വെബ് സീരീസ് ഹിറ്റാവും. എന്നെ പിടിച്ച് നായകനാക്കിക്കോ. അതന്നെ. എന്നാലും അല്ല ഒന്നുകൂടി എന്തൊക്കെ വരാണ്ട്. നീ ഒരു കാര്യം ചെയ്യും, എവിടെയെങ്കിലും പോയിരുന്ന് പഠിക്കുക, അഭിനയം പഠിക്കുക. എന്നാലും ശരിയാവും. അങ്ങനെയാണെങ്കിൽ ഒരു വഴിയുണ്ട്. നമ്മുടെ സീമാജി നായർ ഇവിടെ വരുന്നുണ്ട്, ഞാൻ അവരുടെ അടുത്തുനിന്ന് പഠിച്ചോളാം. സീമ സീമ അല്ല, സീമാജി നായർ. സീമാജി നായർ തന്നെ. ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹബന്ധമല്ലേ. നിങ്ങളെങ്ങനെ എങ്ങനെ അറിയും? ഞങ്ങള് സംഗമിത്രയില് 2-3 വർഷം ഒന്നിച്ച് അഭിനയിച്ചതല്ലേ. കണ്ട, ഇവരിപ്പോഴും ഈ ഗർഭം പിടിച്ചോണ്ട് ഇവിടെ ഇരുന്നു. അവർ അഭിനയിച്ച് കേറിപ്പോയി. എന്താ കാര്യം? അവര് നാടകം വേണോ നാടകം, സിനിമ വേണോ സിനിമ, അല്ലെങ്കിൽ വെബ് സീരീസ് വേണോ, എന്തിലും അതിന് വേണ്ട രീതിയിലുള്ള അഭിനയം കൊടുക്കാൻ തയ്യാറാ. നിങ്ങളും ഒന്നും പോയി കണ്ടു പഠിക്ക്, ഞാനും പോയിരുന്ന് കണ്ടു പഠിക്കട്ടെ. ഏരിയാൻ്റെ അതൊന്ന് നോക്കി പഠിക്കുക കേട്ടാ. അഭിനയം കൊണ്ട് കണക്കാം. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. നമ്മൾ ഇന്നുള്ള സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ സീമാജി നായർ, സീമ ചേച്ചിയുടെ വീട്ടിലാണ്. സീമ ചേച്ചി സീമാജി നായർ മാത്രം പറഞ്ഞാൽ മതി, എല്ലാവർക്കും അറിയാം. നമ്മുടെ നാടകത്തിലും സിനിമയിലും സീരിയലിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന മലയാളികളുടെ ഒരു പ്രിയപ്പെട്ട നടിയാണ്. അപ്പോൾ സീമ ചേച്ചിയുടെ വീട്ടിലാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. പക്ഷേ ചെറിയൊരു അബദ്ധം പറ്റി. സാധാരണ നമ്മൾ അങ്ങോട്ട് പോയി സർപ്രൈസ് കൊടുക്കലാണ് പരിപാടി. പക്ഷേ സീമ ചേച്ചി ഞങ്ങൾക്ക് ഇങ്ങോട്ട് സർപ്രൈസ് തന്നു. സീമ ചേച്ചി ഇവിടെ ഇല്ല, പുറത്തെവിടെ പോയേക്കാം. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സീമ ചേച്ചി വരുന്നുണ്ട്. സീമ ചേച്ചി വന്നിട്ടുണ്ട്. ഞങ്ങൾ ചേച്ചിക്ക് ഒരു സർപ്രൈസ് തരാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. ചേച്ചി ഞങ്ങളെ സർപ്രൈസ് ആയി കളഞ്ഞു. അതൊക്കെ എനിക്ക് മനസ്സിലായത്. ഈ മൊത്തം പറിച്ചിട്ടേക്കുന്ന ചെടി മുഴുവനും അത് ഞാനിങ്ങനെ ബോറടിച്ചപ്പോ വേറെ ഒന്നും കണ്ടില്ലായിരുന്നോ? ഞാൻ കുറച്ച് നേരം കൂടെ താമസിച്ചിരുന്നെങ്കിൽ മിക്കവാറും ഈ പുല്ലും വൈക്കോലും ഒന്നും ഇവിടെ ഉണ്ടാവത്തില്ലായിരുന്നു. എല്ലാം തീർത്തേനെ. വേണ്ട 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 വേണ്ട, ഞാൻ രാവിലെ തൂത്ത് വൃത്തിയാക്കിയതാ. ഇനി മോൻ അത് പെറുക്കി വൃത്തിയാക്കണ്ട. വാ വായോ വാ. ചേച്ചി രക്ഷയില്ലല്ലോ. എന്താ അപ്പാര വൈബാണല്ലോ. വൈബുണ്ടോ? ഭയങ്കര പോസിറ്റീവ് വൈബ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കാണ്. ആണോ? പിന്നെ പറയാതിരിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന സംഭവം. എന്താണ്? ഇത് കാണുന്നുണ്ടല്ലേ, ഇത് നിറയുണ്ട്. അത്ഭുതമുള്ള കാര്യമല്ല, എന്നാൽ പോലും കാണുമ്പോൾ ഒരു അത് ഇനിയും കുറേ എല്ലാം മാറ്റി വെച്ചിരിക്കുവാണ്. കാരണം ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം പണിതിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നെല്ലാം വെക്കാനായിട്ട്. കാരണം ഇത് കണ്ടോ, ഇതൊക്കെ തന്നെ ഇപ്പോൾ ഡിസോർഡറിലാണ് എല്ലാം നിൽക്കുന്നത്. കാരണം വെക്കാനായിട്ടേ കുറച്ച് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ചേച്ചി സാധാരണ നമ്മൾ ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ അവിടെ എല്ലാം ഓരോ പരിപാടികളായിരിക്കും. ഇവിടെ ആണെങ്കിൽ അതിൽ നമ്മൾ പെറ്റ്സ് അങ്ങനെയൊന്നും കണ്ടില്ല. പക്ഷേ ചുറ്റും നല്ല ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഫ്രഷ് മൂഡാണ്. ശരിക്കും നിങ്ങളെല്ലായിടത്തും നേരത്തെ പറഞ്ഞ പോലെ പോയിട്ട് അവരെ അങ്ങോട്ട് വിളിച്ചു കൊടുത്ത് സർപ്രൈസ് കൊടുക്കുന്നൊരു മൂഡാണ്. ചേച്ചിയുടെ രാവിലെകൾ എങ്ങനെയാണ് തുടങ്ങുന്നത്? അല്ല, എനിക്ക് രാവിലെ എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൂടുതലും എനിക്ക് വീടും എല്ലാം നീറ്റാക്കി ഇടണം. കുളിച്ച് നമ്മൾ അടുക്കളയിൽ കയറുക, ഏറ്റവും അടുത്ത അമ്പലമുണ്ട്, പറ്റുന്നത് പോലെ അമ്പലങ്ങളിൽ പോവുക. പിന്നെ വീട് ശരിക്കും പറഞ്ഞാൽ വീട് വൃത്തിയാക്കി എല്ലാം കഴിയുമ്പോഴാണ് എനിക്ക് ശ്വാസം നേരെ വീഴുന്നത്. പിന്നെ പെറ്റ്സ് ഇല്ലാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ കാലമായിട്ട് സെർവൻസ് ഇല്ല. അപ്പോൾ ഈ പെറ്റ്സിനെ നമ്മളിവിടെ വെച്ചാലും ശരി, അതിന് ഭക്ഷണം കൊടുക്കാനും മറ്റു കാര്യത്തിനും നമ്മളെപ്പോഴും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണം. അതുകൊണ്ടാണ് പെറ്റ്സിൻ്റെ പരിപാടി ഞാൻ പോകാത്തത്. പിന്നെ ഒരു റിട്ടയർമെൻറ്റ് കാലഘട്ടത്തിൽ ഷൂട്ടിംഗ് ഒന്നും ഇല്ലാതിരിക്കുന്ന സമയം നമുക്ക് പെറ്റ്സിനെയൊക്കെ വളർത്താം. ഭയങ്കര സന്തോഷം തരുന്ന ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ നിൽക്കുന്നത്. ചേച്ചിയുടെ വിശേഷങ്ങൾ നമ്മൾ ഇനിയും കുറേ കൂടി അറിയാനുണ്ട്. അപ്പോൾ നമുക്ക് വീട് നടന്ന് കാണാം. അതിനോടൊപ്പം തന്നെ ചേച്ചിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാം. ചായ ഇട്ട് തരാം, വാ. ചേച്ചി ഞാൻ പഴം കഴിച്ചോട്ടെ. എവിടെ നിന്ന് കിട്ടുന്നു നിങ്ങൾക്ക് ഈ സാധനത്തിന്? ഞാൻ വരുമ്പോഴത്തേനും എൻ്റെ ചെടി മുഴുവനും പശു തിന്നുന്നത് പോലെയുള്ള പുല്ല് മുഴുവൻ തിന്നു. ഇൻ കേസിന് പഴങ്കഞ്ഞി എന്തെങ്കിലും ആണെങ്കിലേ അതെ, പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ല. ചേച്ചിയുടെ ഇപ്പം പുതുതായിട്ട് നീ റീസെൻ്റ് ആയിട്ട് റിലീസ് ആകാൻ പോകുന്ന സിനിമകൾ ഏതൊക്കെയാണ്? ഇനി റീസെൻ്റായിട്ട് റിലീസാകാൻ പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദിലീപ് നാദിർഷാ കൂട്ടുകെട്ടിൻ്റെ കേശു ഈ വീടിൻ്റെ നാഥൻ, അതുണ്ട്. പിന്നെ സിക്സ്ത് സെൻസ്, വിത്തിൻ സെക്കൻഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പടമുണ്ട്. പിന്നെ മൂരി എന്ന് പറഞ്ഞിട്ടൊരു പടമുണ്ട്. അങ്ങനെ 2-3 പടങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ സിനിമ സീരിയൽ എന്നൊക്കെ പറഞ്ഞിട്ട്
അങ്ങനെ വളരെ ചുരുക്കം ആക്ടേഴ്സ് മാത്രമേ ഉള്ളൂ രണ്ട് മേഖലയിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്നത്. രണ്ടും ആക്ടിംഗ് ഒക്കെ തന്നെ ആണെങ്കിൽ പോലും എവിടെയോ എന്തോ ഒരു അതിർവരമ്പ് രണ്ടിനിടയിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ സിം ചേച്ചി പോലെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് ഈ രണ്ടിലും ഒരേപോലെ ഒരേ പേസിൽ തിളങ്ങി നിൽക്കുന്നത്. അതിനെന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോ, സീക്രട്ട് ഉണ്ടോ? അല്ല, പ്രത്യേകതയല്ല. ഇതിപ്പം സിനിമാക്കാർക്ക് പൊതുവെ സീരിയലുകാരെ ഇഷ്ടമല്ല. അത് പലയിടത്തും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സീരിയലുകാർ അവർ വേണ്ട, മുഖം കണ്ടും മടുത്തു എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്തോ ഒരു അനുഗ്രഹം കൊണ്ട്, എന്തോ ഒരു ദൈവഭാഗ്യം കൊണ്ട് പൂർണ്ണമായിട്ടും എന്നെ അങ്ങനെ ഒരു മാറ്റി നിർത്തേണ്ടി വന്നിട്ടില്ല. പക്ഷേ എനിക്ക് ഞാൻ സിനിമാ നടിയായിട്ട് ജീവിക്കുമെന്ന് പറഞ്ഞ് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് വേറെ ഒരു തൊഴിലും അറിയില്ല. നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ സിനിമയും ചെയ്യണം, സീരിയലും ചെയ്യണം, നാടകവും ചെയ്യണം, ഷോർട്ട് ഫിലിമും ചെയ്യണം. അഭിനയവുമായി ബന്ധപ്പെട്ട ഏത് ജോലി ചെയ്യാനും ഞാൻ തയ്യാറാണ്. സാമ്പാറും ചമ്മന്തിയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ചൂടോടെ ഉണ്ടാക്കി തരാം. അല്ലേ? എന്താ ഉണ്ടാക്കുന്നത്? ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷ് എന്താണ്? അങ്ങനൊന്നുമില്ല, തിരിച്ചു കടിക്കാത്ത എന്ത് ഞാൻ കഴിക്കും. അതെനിക്ക് തോന്നി കണ്ടപ്പോഴേ. പുല്ല് തിന്നപ്പോഴും പഴത്തൊലി വരെ തിന്നാൻ പോയി. അപ്പോൾ പിന്നെ അത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി അതൊന്നും തിരിച്ചു കടിക്കുന്ന സാധനം അല്ലല്ലോ എന്ന്. ചേച്ചി എന്നാലും കുഴപ്പമില്ല, അനിയന്മാരൊക്കെ ചേച്ചിമാരുടെ ആകിയല്ലേ, അതുപോലത്തെ ഒരു സുഖമുണ്ട്. എന്നാ ആ സുഖത്തിൻ്റെ കൂടെ ഒരു ചായയും കൂടെ കുടിച്ചോ. മധുരം ഉണ്ടോ എന്ന് നോക്കിക്കേ. കണ്ടിട്ട് ഇച്ചിരി ഷുഗർ കൂടുതലുള്ള ആളാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ഷുഗർ ഇട്ടിട്ടുള്ളൂ. കറക്റ്റ് അല്ലേ? ശരണിന് പറ്റിയ മധുരമല്ലേ ഇതില്? ആവശ്യത്തിന് ഷുഗർ ഉള്ളതുകൊണ്ട് ചേച്ചി മധുരം കുറച്ചിട്ടുണ്ട്. എനിക്കില്ലേ ഈ ചായയിലെ നിറച്ച് പത വേണം. പിന്നെ നല്ല ഗുപ്തം പറഞ്ഞതുപോലെ ഇങ്ങനെ ഊതി ഊതി കുടിക്കണം. അതാണ് എനിക്കിഷ്ടം. പതയും പിന്നെ വാ നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കണ്ടേ? സൂപ്പർ ചായ. ഇപ്പോഴാണൊന്ന് ശരണ് സമാധാനമായിരുന്നു. ഇത്രയും നേരം ശരൺ വന്നിട്ട് നിൽക്കുമായിരുന്നു. ഇപ്പോഴാണൊന്ന് ഇരുന്നത്. അതിൻ്റെ ഒരു സമാധാനം ഇല്ലേ? ഭയങ്കര സമാധാനമുണ്ട്. അപ്പം നമ്മളിപ്പോൾ പുതിയ സിനിമാ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചേച്ചി 17-ാം വയസ്സിലാണ് നാടകത്തിലേക്ക് വന്നത്. അവിടെ മുതൽ പിന്നെ അതിനുശേഷം സീരിയലിൽ വന്നു, സിനിമ, ഇങ്ങനെ ആ ഒരു യാത്ര ഒന്ന്. 17-ാമത്തെ വയസ്സിൽ യാദൃശ്ചികമായിട്ടാണ് അഭിനയ രംഗത്തേക്ക് വന്നത്. അതൊരുപാട് ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. കൊച്ചിൻ സംഘം ഇത്രയ്ക്ക് ഒരു ആർട്ടിസ്റ്റ് ഇല്ലാതെ വരികയും അവരുടെ അന്വേഷണത്തിനൊടുവിൽ എന്നിലേക്ക് വരികയും അപ്പം ഞാൻ എനിക്കറിയില്ല അഭിനയം. അപ്പോൾ എല്ലാവരും പറഞ്ഞു കുട്ടിക്ക് അവൾക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞു. പക്ഷേ എന്നാൽ ഒരു കലാകുടുംബത്തിൽ ജനിച്ച ആളെന്നുള്ള രീതിയിൽ അവർ വന്ന് വിളിക്കുകയും അമ്മയ്ക്കാണെങ്കിൽ ഒട്ടും മകൾ നാടകനടിയാകുന്നതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ എതിർപ്പും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എവിടെയോ ഈ വിധി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ അതിൽ നല്ലപോലെ വിശ്വസിക്കുന്നവളാണ്. ആ വിധി ആയിരിക്കാം എന്നെ നാടകരംഗത്തേക്ക് എത്തിച്ചതും. പിന്നെ നാടകരംഗത്ത് നിന്ന് നമ്മൾ സീരിയലായി, സിനിമയായി, അങ്ങനെ ഇപ്പോൾ ശരിക്കും 35 വർഷമായി. നമ്മൾ 87-ലാണ് ഞാൻ വന്നത്. ഇപ്പം 35 വർഷമായി നമ്മൾ ഈ രംഗത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ മേക്ക് വിഷിനെ കുറിച്ചിട്ടൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരുന്നു. മേക്ക് വിഷ് പ്രേക്ഷകർക്ക് നന്നായിട്ട് അറിയാം. ചേച്ചിയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടൊക്കെ ഈ പറഞ്ഞ പോലെ അത് വേറൊരു മേഖലയാണ്. അപ്പോൾ അതിലേക്ക് കൂടി ഒന്ന് മേക്ക് വിഷ് എന്ന് പറഞ്ഞ ആ ഒരു അതിൻ്റെ അന്നത്തെ കോർഡിനേറ്റർ ബിന്ദു കോട്ടയംകാരിയായിരുന്നു. അപ്പോൾ ബിന്ദുവിൻ്റെ അഡ്രസ്സ് വനിതയിൽ വന്നിട്ട് വനിതയിൽ നിന്നും ഞാൻ അവരോട് ചോദിച്ചിട്ടാണ് ബിന്ദുവിൻ്റെ ഫോൺ നമ്പർ മേടിച്ച് ബിന്ദുവിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു കേരളത്തിൽ ഈ മേക്ക് വിഷിൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷ് ഗ്രാൻഡിങ് ചെയ്യുവാണെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കേരളത്തിൽ തന്നെ ഞാൻ 3-4 വിഷ് ഗ്രാൻഡിങ് ചെയ്തു. ഏകദേശം 100-500 കുഞ്ഞുങ്ങളുടെ ആഗ്രഹം ഞാൻ സഹായിച്ചു കൊടുത്തു. അവരുടെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒരു മിഠായി വേണം, അതിൽ അങ്ങനെയൊന്നുമല്ല അവരുടെ ആഗ്രഹങ്ങൾ. അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളാണ്. ചിലപ്പോൾ ഫ്ലൈറ്റിൽ പോകണം, മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, അതുപോലെ അങ്ങനെയുള്ളവരെ കാണണം, കമ്പ്യൂട്ടർ വേണം, ലാപ്ടോപ്പ് വേണം, ഫോൺ വേണം, അങ്ങനെയൊക്കെ ഉള്ള ആഗ്രഹങ്ങളുണ്ടല്ലോ. അതൊക്കെ എക്സ്പെൻസീവായിട്ടുള്ള ആഗ്രഹങ്ങളാണ്. അതെല്ലാം സാധിച്ചു കൊടുക്കാൻ ഒരുപാട് പേരുടെ സഹായം കൊണ്ട് സാധിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും ചെറിയ സഹായങ്ങൾ ആവശ്യമുള്ളവർക്ക് ആവശ്യക്കാരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു സമയത്ത്
അപ്പോൾ അതിന് ചേച്ചി ഒരു ഭയങ്കര ഇൻസ്പിറേഷനായിട്ട് മാറിയിട്ടുണ്ട്. അത് കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മുടെ പ്രോഗ്രാമിനോട് കൂടി എത്തട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയി വിശക്കുന്നു. എന്നെ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തി ഇത്രയും കൊല്ലവിളിക്കുമായിരുന്നു ആദ്യം മുതൽ. എനിക്കും വിശക്കുന്നുണ്ട്. അതെ, ഇഡലി കരിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞത് വെറുതെയാ. ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. ഇരിക്ക്. ഹായ്, ഇതുള്ളാലോ. 1 2 3 4 5. അതെ, എന്തോന്ന് വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൊച്ചുങ്ങളെ പിടിച്ച് തിന്നാൻ പോവുകയാണോ? ഇവിടെ വന്നിരുന്നേ. പുല്ലും കഴിഞ്ഞ്, വൈക്കോലും കഴിഞ്ഞ്, പഴത്തൊലിയും കഴിഞ്ഞ്, ഇനി പച്ച മീൻ. അതെ, വറക്കാൻ കൊള്ളത്തില്ല, കാണാനേ കൊള്ളുള്ളൂ. ഇരുന്നേ. സഹായിച്ചും തരത്തില്ല, തന്നെ വേണം എല്ലാം എടുക്കാനായിട്ട്. എന്നെ സഹായിക്കാം. എന്നാ പയ്യെ കൊണ്ടുവെക്ക്. എന്നാ ഇത്രയൊക്കെ ഉള്ളൂ. മതിയാ? ധാരാളം. ആണോ? ഇരിക്കേ. അത് വേണ്ട. ഞാൻ ഒരു സാമാന്യ ഒരു മര്യാദയുണ്ട്, അത് എടുത്ത് തന്നിട്ട് ഇരിക്കുക എന്നുള്ളത്. എൻ്റെ ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ. എല്ലാരും പറയുന്നത് ഭയങ്കര സംഭവമാണ്. ഇങ്ങനെ സ്വയം പുകഴ്ത്തൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇത് സ്വയം പുകഴ്ത്തലിന്റെ ഭാഗമായിട്ട് കരുതിയാൽ മതി കേട്ടോ എല്ലാവരും. കുട്ടി വെള്ളം ഞാൻ കുടിക്കില്ല, ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കില്ല. അല്ല, എന്നാലും ഒരു സ്റ്റൈലിന് നമുക്കൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചു വെക്കാം. സ്റ്റൈലിന് വെക്കാം. അല്ല, ഞാൻ കുടിച്ചോളാം. ഇത് വെറുതെ ഞാൻ മറ്റേ ഫുഡ് ബ്ലോഗ് അടിക്കുമ്പോൾ പറയണല്ലോ കേട്ടോ. നല്ല പൂ പോലത്തെ സത്യം. ഇത് ഇങ്ങനെ ഇതുണ്ടോ, സോഫ്റ്റ്നെസ് ഉണ്ടോ? അതാ പറഞ്ഞൊന്ന് കഴിച്ചു നോക്ക്. സാമ്പാറും കുറച്ച് ചട്നി അലിഞ്ഞിറങ്ങി. ചെറുക്ക കൊള്ളാവോ കൊള്ളത്തില്ലയോ അത് പറ. നല്ല റിസൾട്ട്, അടിപൊളിയായിട്ടുണ്ട്. സാധാരണ ഇഡലി എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഡലി ഇഷ്ടമല്ലാതിന് കാരണം എന്താണെന്നറിയോ? ഇതിന്റെ മേക്കിംഗ് പലപ്പോഴും കറക്റ്റ് ആവൂല. കല്ല് പോലെ ഇരിക്കും. എടുത്തെറിഞ്ഞാൽ ആൾ വീഴും. ചിലപ്പോൾ ലൊക്കേഷനിലൊക്കെ കൊണ്ടുവരുന്ന ഇഡലിയെ കൊണ്ടുവരുന്ന എറിഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ട് മിക്കവാറും ഉള്ള ഫുഡ് നമ്മൾ ഈ വീട്ടിലുണ്ടാക്കിയിട്ട് ശീലമുള്ളതുകൊണ്ടേ വലിയ ടെൻഷനാണ് ഇഡലിയൊക്കെ പുറത്തുനിന്നുള്ളത് കാണുമ്പോൾ. അടിപൊളി, സൂപ്പർ. എന്ത് സൂപ്പർ? അടിപൊളി സൂപ്പർന്ന് എന്താ? ഇഡ്ഡലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു രക്ഷയില്ല. അതിന്റെ റെസിപ്പി എന്താണ്? ഇത്രയും സോഫ്റ്റ് ആയിട്ട്, ഇത്രയും ടേസ്റ്റി ആയിട്ട് ഇഡ്ഡലിയുടെ റെസിപ്പി നമ്മളെ? അത് ഇഡ്ഡലിയുടെ റെസിപ്പി ഒന്നുമില്ല. ഞാൻ ഇഡ്ഡലി പൊന്നിയരി ഉപയോഗിക്കും, പച്ചരി ഉപയോഗിക്കും. അപ്പോൾ ഞാനിപ്പം ഒരു 1.5 കപ്പ് പച്ചരി ആണെങ്കിൽ 1.5 കപ്പ് പൊന്നിയരി എടുക്കും. എന്നിട്ട് 1 കപ്പ് ഉഴുന്നും 1 സ്പൂൺ ഉലുവയിടും. മനസ്സിലായോ? 1.5 കപ്പ് പൊന്നിയരി, 1.5 കപ്പ് പച്ചരി, 1 കപ്പ് ഉഴുന്ന്, 1 സ്പൂൺ ഉലുവ. അത് നമ്മൾ നല്ലപോലെ കൊതിത്ത് കഴിഞ്ഞ് അരയ്ക്കുമ്പോൾ ഇത്തിരി ചോറും കൂടി ചേർത്തിട്ട് അരയ്ക്കും. അപ്പോൾ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല പതയണം, നല്ല പതഞ്ഞ പോലെ അരി അരയ്ക്കണം. അല്ലാതെ ഈ പറഞ്ഞതുപോലെ നമ്മൾ തരാന്ന് അങ്ങനെ ഇരിക്കും ചില മാവ്, അങ്ങനെ അരയ്ക്കരുത്. അങ്ങനെ കഴിയുമ്പോൾ രാവിലെ എന്നിട്ട് ഉപ്പ് ചേർത്തിട്ട് വേണം നമ്മൾ ഇളക്കി രാത്രി തന്നെ വെക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ പത പോലെ ഇരിക്കും ഇഡ്ഡലിയുടെ മാവ്. അതെടുത്ത് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കൊച്ചു പറഞ്ഞ പോലെ പൂ പോലത്തെ ഇഡ്ഡലി ഉണ്ടാക്കാം, കഴിക്കാം. ഓക്കെ, അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പൂ പോലത്തെ ഇഡ്ഡലി, സാധാരണ ഇഡ്ഡലി ഒന്നുകിൽ ഭയങ്കര ലൂസായി പോകും, അല്ലെങ്കിൽ ഭയങ്കര കട്ടി ആയി പോകും. ഇത് കറക്റ്റ് ഫോമാറ്റിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കഴിച്ച കുറച്ച് കൂടി പോയി. ഞാനൊരു 8-10 ഇഡ്ഡലി കഴിച്ചു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം ഒന്ന് നടന്നാൽ കൊള്ളാമെന്നുണ്ട്. നമ്മളിങ്ങനെ വരുന്ന വഴിക്കുണ്ടായിരുന്നു പുറത്ത് ഈ പുഴ, കണിയാമ്പുഴയുടെ ഒരു ഭാഗമാണ് അത്. നല്ല വീതിയുള്ള പുഴയാണ്. എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ എല്ലാ ടെൻഷനുകളും മാറുന്നത് അതിലേക്ക് നോക്കിയിരിക്കുമ്പോഴാണ്. അപ്പോൾ അങ്ങോട്ട് പോകണോ, നടക്കണോ? കുറച്ച് പുഴത്തീരത്തെ പുഴമണ്ണ് വാരിയിട്ടൊക്കെ വരാം. പുഴമണ്ണ് വാരാനൊന്നും നിൽക്കണ്ട, നടന്നിട്ട് വരാം. അപ്പോൾ നമ്മൾ നാടകങ്ങളെ കുറിച്ച് സംസാരിച്ചു, സീരിയലിനെ കുറിച്ച് സംസാരിച്ചു, സിനിമകളെ കുറിച്ച് സംസാരിച്ചു. ഇനി വളരെ പ്രധാനമായിട്ട് പോകേണ്ട, എന്നാൽ അധികം ആരും ചർച്ച ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നൊരു സംഭവമാണ്. ചേച്ചി ഒരു സംഗീത കുടുംബത്തിൽ നിന്നാണ്.
അതെ, ഈ പറഞ്ഞു വരുന്നതൊക്കെ എല്ലാം എനിക്ക് മനസ്സിലായി. സംഗീത കുടുംബമൊക്കെയാണ്, കാര്യമൊക്കെ ശരിയാണ്. അപ്പൊ എൻ്റെ റോൾ എന്താണ്? ഈ പറഞ്ഞിങ്ങനെ വന്നപ്പോൾ എന്നെ എന്തോ കുപ്പില അകത്ത് ഇറക്കാനുള്ള ഒരു പരിപാടിയല്ലേ? അല്ല, ഉറപ്പായിട്ടും എന്തായാലും പാട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മുടെ ഒരു ടെലിവിഷൻ ചാനലിനും കിട്ടാത്തൊരു എക്സ്ക്ലൂസീവ് സംഭവമാണ് സീമ ചേച്ചി. അതൊക്കെ വെറുതെ സീമ ചേച്ചി നമുക്ക് വേണ്ടിയിട്ട് ഒരു 4 വരി പാടും. താരും തളിരും മിഴി പൂട്ടി താഴെ ശ്യാമാംബരത്തിൻ നിറമായി. താരും തളിരും മിഴി പൂട്ടി താഴെ ശ്യാമാംബരത്തിൻ നിറമായി ഏകയായി കേഴുമ്പോൾ കേൾപ്പു ഞാൻ നിൻസനം താവകാനിൻ താരാട്ടുമായി ദൂരയേതോ കാനനത്തിൽ താരും തളിരും മിഴിപൂട്ടി താഴെ ശ്യാമാംബരത്തിൻ നിറമായി. തന്നെ കൈ കെട്ടിയാൽ മതി. അത് എളിമ കൊണ്ട് പറയുന്നതാണ്, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പ്രേക്ഷകർക്ക് അറിയുമെന്നറിയില്ല, ആ മ്യൂസിക്കൽ ഫാമിലി ഞാൻ പറഞ്ഞ വെറുതെ അല്ല. ചേച്ചി തന്നെ ഡീറ്റെയിൽസ് പറയും. ബ്രദർ മ്യൂസിക് ഡയറക്ടറാണ്. അമ്മ ഗായികയായിരുന്നു, അമ്മ നടിയായിരുന്നു, അമ്മ കാതികയായിരുന്നു. അമ്മയുടെ പാട്ട് മക്കൾക്കൊക്കെ കിട്ടി. പക്ഷെ അതിൽ തന്നെ തുടർന്നു പോയത് എൻ്റെ മൂത്ത ചേച്ചി രേണുക ഗിരിജനാണ്. പിന്നെ അണ്ണൻ മ്യൂസിക് ഡയറക്ടറാണ്, അണ്ണൻ പാടും. അണ്ണൻ്റെ മോൻ നല്ല കീബോർഡ് പ്ലെയറാണ്. പിന്നെ അതുപോലെ തന്നെ രഞ്ജിച്ചിയുടെ ഫാമിലിയെ എല്ലാവർക്കും അറിയാം, മരുമകൻ ദീപക് ദേവാണ്. ദീപുവിൻ്റെ വൈഫ് സ്മിതയും പാടും, മക്കൾ പല്ലവിയും ദേവികയും പാടും. പിന്നെ ഞാൻ എൻ്റെ മോനെ മാത്രമാണ് ഈ ഒരു കൂടുതൽ കലയിലേക്ക് കടത്തിവിടാതിരുന്നത്. ആർഎൽ കോളേജിൽ നിന്ന് മ്യൂസിക് പഠിച്ചിറങ്ങിയ ആൾക്കാരാണ്. അല്ല, ഞാൻ പാതിയിലെ പഠനം നിർത്തിയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോഴേക്കും ആണല്ലോ ഞാൻ നാടകരംഗത്തേക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ട് പക്ഷെ ചേച്ചിയും അണ്ണനും അത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അമ്മയുടെ അച്ഛൻ ആലപ്പി ലംബോദര ഭാഗവതർ എന്ന് പറഞ്ഞ് കുറച്ച് അറിയപ്പെടുന്ന വലിയൊരു സംഗീതജ്ഞനായിരുന്നു. അപ്പോൾ അതിങ്ങനെ പകർന്ന് കിട്ടിയ ഒരു പാരമ്പര്യമാണ്. ഞാനിവിടേക്ക് വരുന്ന ശിവജിയുടെ വീട്ടിലേക്ക് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും വാസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ വന്ന് കയറിയപ്പോൾ ചേച്ചി ആദ്യം പറഞ്ഞ പോലെ തന്നെ ചെറിയ രംഗലാപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് സത്യം എനിക്കും തോന്നി കേട്ടോ. ആദ്യം മൊത്തം ഒരു വെപ്രാളമായിരുന്നേ, ഇപ്പോൾ ഭയങ്കരമായിട്ടും അല്ലേ കൂളായി ആള്. ഇനി ഞങ്ങളിപ്പോൾ ഇറങ്ങാൻ പോവാണ്. ചേച്ചിയുടെ എന്ത് പരിപാടി ഉണ്ട്? ഇന്ന് എനിക്ക് മണിച്ചേട്ടൻ പറവൂര് മണി മായമ്പള്ളി എന്ന് പറഞ്ഞ ഒരു ആക്ടർ ഉണ്ടായിരുന്നു. കേരള സംഗീത നാടക അക്കാദമി അവാർഡൊക്കെ കിട്ടിയതാണ്. ഭയങ്കര നല്ലൊരു മനുഷ്യനായിരുന്നു. ഭാര്യ, 2 മക്കൾ, അമ്മ. എടുത്തു പറയേണ്ടത് എനിക്ക് അമ്മയെക്കുറിച്ചാണ്. അമ്മയ്ക്ക് 75 വയസ്സായി. ഈ അമ്മ മകൻ ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയും കാണാത്ത രീതിയിലുള്ള ഒരു ബന്ധമാണ്. ഇപ്പോഴും മണിച്ചേട്ടനെ എന്താ പറയുന്നത്, മണിച്ചേട്ടൻ എന്തെങ്കിലും ഒരു ഇതൊപ്പിച്ചാൽ അമ്മ അടിക്കാൻ ആ ഒരു വേറൊരു ഇതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ബന്ധമായിരുന്നു. ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അന്ന് 8:53 കൂടെ മണിച്ചേട്ടൻ എനിക്ക് മെസ്സേജ് അയച്ചു, ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചു. ഒരു 3-3:30 മണിയാകുമ്പോഴാണ് ഞാൻ അറിയുന്നത് മണിച്ചേട്ടൻ പോയി എന്ന് അറിയുന്നത്. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം 9 മണിക്ക് 8:53 മെസ്സേജ് അയച്ചിട്ട് ഒരാൾ ഉച്ചയ്ക്ക് മരിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പലരെയും വിളിച്ചു. ബീന ആൻ്റണിയുടെ ഹസ്ബൻഡ് മനോജിനെയൊക്കെ വിളിച്ചു. മനോജ്, ഈ കേൾക്കുന്നത് സത്യമാണോ? മണിച്ചേട്ടൻ പോയി എന്ന് കേൾക്കുന്നു. പറഞ്ഞു, ആ സീമ ഉറക്കത്തിലായിരുന്നു, ഊണ് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ കിടന്നതാ, സൈലൻ്റ് അറ്റാക്കായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവിടുന്ന് പെട്ടെന്ന് പോകാൻ വേണ്ടി റെഡി ആയപ്പോഴാണ് കോവിഡ് പോസിറ്റീവാണ്, മരിച്ചു കഴിഞ്ഞിട്ട് ഇത്. പിന്നെ അവിടെ ക്വാറൻറ്റൈനും കാര്യങ്ങളും ഒക്കെ ആയി. എനിക്കതുകൊണ്ട് മണിച്ചേട്ടനെ അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് പോകാൻ ഉള്ള ഇതായപ്പം എനിക്ക് ശരണ്യയുടെ അടുത്ത് തിരുവനന്തപുരത്തിന് പോകേണ്ടി വന്നു. ഞാൻ അവിടെ കുറച്ച് ദിവസം അവിടെയായിരുന്നു. അപ്പോൾ എനിക്കതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പം ഇന്ന് എനിക്ക് മണിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകണം. എന്താണ് ആ വീടിൻ്റെ സിറ്റുവേഷൻ എന്ന് എനിക്കറിയില്ല. 2-3 പ്രാവശ്യം വിളിച്ചപ്പം മോനാണ് ഫോൺ എടുത്തത്. പോകാനായിട്ട് ദിവസമാണ് ഞങ്ങൾ വന്നത്. ഇത് ഞങ്ങൾ കാരണം പോക്കും മുടക്കുന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങളും കൂടി വന്നോട്ടെ. നിങ്ങൾ വരുന്നോ? ചേച്ചി ഓക്കെ ആണെങ്കിൽ
തീർച്ചയായിട്ടും നിങ്ങളും കൂടെ വാ. അപ്പോൾ നിങ്ങൾക്കും അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമല്ലോ. ശരം ഡ്രസ്സൊന്നും മാറണ്ടല്ലോ, ഇത് തന്നെ മതിയല്ലേ? നമുക്ക് ഫോർമാലിറ്റീൻ്റെ ആവശ്യമില്ലല്ലോ. മോനെ ഞങ്ങളെ മണിച്ചേട്ടൻ്റെ വീട് വരെ ഒന്ന് പോവുക. ഇത് ഞാൻ പരിചയപ്പെടുത്തിയില്ല, എൻ്റെ ഏക പുത്രൻ. അതേ കണ്ടില്ലേ അമിതാഭ് ബച്ചനെ കൂടെ അവിടെ കയറി നിന്നപ്പം അമിതാഭ് ബച്ചൻ നിൽക്കുന്നത് പോലെ. എടാ പൊങ്ങി നോക്കണം ഞാൻ നിന്നെ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് അപ്പു. BBA എല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുവാണ്. ഇപ്പോൾ MBAക്ക് പഠിക്കാൻ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പോകും, അതപ്പോൾ എല്ലാം പോകുന്നതെല്ലാം ആയി കഴിഞ്ഞിട്ട് പോകുന്ന കാര്യം പറയാം അല്ലേ? തീർച്ചയായിട്ടും. നിനക്ക് എന്നാണ് നാണം? ഇവർ പെണ്ണ് കാണാൻ വന്നൊന്നും അല്ലല്ലോ. അമ്മയുടെ ഇത് സർപ്രൈസായിട്ട് വന്നതല്ലേ ഇവർ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരട്ടെ. അല്ല മോനെ, പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. നമ്മളിപ്പോൾ പോകുന്ന വീട്ടിലെ സിറ്റുവേഷൻ ഭയങ്കര മോശമാണ്. മറ്റുള്ളവരുടെ കരുണ കൊണ്ടാണ് ഇപ്പോൾ ആ വീട് മുന്നോട്ട് പോകുന്നത്. ജീവിതത്തിൽ ഒന്നും സമ്പാദിക്കാൻ പറ്റിയിട്ടില്ല. അത്ര തിരക്കുള്ള നടനൊന്നും ആയിരുന്നില്ല. പിന്നെ ഒരു നാടക നടന് എന്തുമാത്രം കിട്ടും എന്നുള്ളത് നമുക്കറിയാം. എന്തായാലും ചേച്ചി പറഞ്ഞ പോലെ നമ്മൾ ഈ രാവിലെ മുതൽ ഭയങ്കര ചിരിച്ച് കളിച്ച് തമാശയൊക്കെ പറഞ്ഞിരുന്ന സാഹചര്യമായിരുന്നു. നമ്മൾ പോകുന്നത് കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു കണ്ടീഷനിലേക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. മണിച്ചേട്ടൻ്റെ അമ്മയുണ്ട് നമ്മുടെ ഒപ്പം. മണിച്ചേട്ടന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അല്ലാതൊരു ദൈവമില്ല എന്ന് നമ്മൾ പറയും. പക്ഷെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു ഭയങ്കര പ്രത്യേകതയുള്ള സ്നേഹമായിരുന്നു മണിച്ചേട്ടനും അമ്മയും തമ്മിലുള്ളത്. എൻ്റെ മോൻ്റെ ഒരുപാട് ആഗ്രഹങ്ങളായിരുന്നു. അമ്മയെ വിഷമിക്കേണ്ട, നമുക്ക് ഒരു വീട് വയ്ക്കും. ഞാൻ എൻ്റെ അമ്മ നമുക്ക് നല്ലവണ്ണം താമസിക്കണം, ജീവിക്കണം. ഇനി പഴയ പോലെയൊന്നും പോരാ പറയുന്നത്. അവർക്കത് തട്ടിക്കൊണ്ടുപോയി ഒറ്റയ്ക്ക് 3 കഴിഞ്ഞ് കിടന്നതാണ്. 4 മണിക്ക് ചായ കുടിക്കാൻ വിട്ടത്. ഒന്നും പറയാനില്ല, ഒന്നും പറഞ്ഞില്ല, എന്നോട് ഒന്നും പറഞ്ഞില്ല. എനിക്ക് ഒരുപാട് അടുപ്പമുള്ള ആളായിരുന്നു മണിച്ചേട്ടൻ്റെ കുടുംബം, അമ്മ, മണിച്ചേട്ടൻ. അത് ഞാൻ 1-2 തവണ പറഞ്ഞു. ഇവിടുത്തെ സിറ്റുവേഷൻ ഭയങ്കര മോശമാണ്. അപ്പോൾ ഇന്നിപ്പം യാദൃച്ഛികമായിട്ടാണ് നിങ്ങൾ വരികയും നിങ്ങളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തത്. അത് നിങ്ങളുടെ പ്രോഗ്രാം ഇങ്ങനെയൊരു പ്രോഗ്രാമാണെന്ന് അറിഞ്ഞപ്പം എനിക്കെന്തോ ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് ഒരു തിങ്കിങ് എൻ്റെ ഉള്ളിലുണ്ടായി. ചിലപ്പോൾ ഈ പ്രോഗ്രാമിൽ കൂടി എൻ്റെയൊക്കെ സ്വപ്നം പോലെ അല്ലെ അമ്മയുടെ ആഗ്രഹം പോലെ എന്തെങ്കിലും ഒന്ന് നടന്നാലോ എന്ന്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വന്നേക്കുന്നത്. മണിച്ചൻ്റെ വൈഫാണ്, മൂത്ത മോന് ഇളയാൾ, ഇവർ 3 പേരുമാണുള്ളത്. ശരിക്കും ആർക്കും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവർക്ക് ആർക്കും ജോലിയില്ല. പിന്നെ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ജോലിക്കായിട്ട്. ശമ്പളമൊന്നും വലുതായിട്ടില്ല, എനിക്കറിയാം. വളരെ നിസ്സാരം, അത് ഞാൻ പറയുന്നില്ല, വളരെ നിസ്സാര പൈസയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വീട്ടുവാടക പോലും കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മോനാണെങ്കിൽ ITA അല്ലേ മോനെ? ITA കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടില്ല. എക്സാം കഴിഞ്ഞിട്ടില്ല. അവൻ ITA എക്സാം കഴിഞ്ഞിട്ടില്ല. അതുപോലെ കൊച്ച് +2 കഴിഞ്ഞ് മോനും നിൽക്കുകയാണ്. ഈ കുടുംബത്തിനെ ഒന്ന് സെറ്റിൽ ചെയ്യിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു പുണ്യമായിരിക്കും. കാരണം അപ്പോഴായിരിക്കാം ചിലപ്പം മണിച്ചേട്ടൻ്റെ ആത്മാവിനൊരു ശാന്തി കിട്ടുക. ഭയങ്കര കളർഫുള്ളായിട്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തത്. ഭയങ്കര ഒരുപാട് ചിരിച്ചു, ഒരുപാട് തമാശകൾ പറഞ്ഞു. സീമ ചേച്ചിയോടൊപ്പം ഭയങ്കര അപ്രതീക്ഷിതമായിട്ടാണ് സീമ ചേച്ചി മണിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് പുറപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കൂടെ കൂടിയത്. പക്ഷേ ഇവിടെ വന്നിട്ട് ഈ കാഴ്ചകൾ കണ്ടപ്പോൾ ശരിക്കും നമ്മൾ ജീവിതത്തിൻ്റെ ഒരു നേർക്കാഴ്ച എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്ന എന്താണെന്ന് വെച്ചാൽ അത് ഏറ്റവും ചെറിയ സഹായമാണെങ്കിൽ കൂടി ഇവർക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു വലിയ കാര്യമായിരിക്കും.
സീമ ചേച്ചിയെ പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യുക. ഇത്തരം ഒരുപാട് കലാകാരന്മാരുണ്ട്. നമ്മൾ ഇവരുടെയൊക്കെ പ്രകടനം കണ്ട് നമ്മുടെ വീടുകളിലിരുന്ന് നമ്മുടെ ടെലിവിഷൻ സ്ക്രീനിൽ കണ്ട് ആസ്വദിച്ചിട്ടുണ്ട്. അതിന് പകരം എന്നുള്ള രീതിയിലെങ്കിലും നമ്മളാൽ കഴിയുന്നൊരു ചെറിയ സഹായം ചെയ്യാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണം. അത് നമ്മുടെ കയ്യിലുള്ളത് ചെറുത് എന്ന് വിചാരിക്കേണ്ട. നമ്മൾ ചെയ്യുന്നത് എല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിന് നമ്മൾ ഓരോരുത്തരും ആകണം എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു ഗംഭീര സ്റ്റോറിയുമായിട്ട് നമുക്ക് തിരിച്ചു വരാം. അതുവരെ